ഇവിടെ സാഹിത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് 90-കൾക്ക് ശേഷം നമുക്കറിയാം ഈ പുരോഗമനം എന്നുള്ള വ്യാജേന ഇവിടെ ഉണ്ടായിട്ടുള്ള കൃതികളുടെയൊക്കെ ഉള്ളടക്കം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ സത്യാന്തര യുക്തി കൊണ്ട് മാത്രമേ ഇത്തരം സാഹിത്യം വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. ഒരു പുരോഗമനപരമാണ് എന്ന് കരുതിയിട്ട് ഒരു കൃതിയെ നമ്മൾ വായിക്കാൻ എടുക്കുമ്പോൾ ഇതിലെന്ത് പുരോഗമനം ചോദിച്ചു നമ്മൾ പിന്നീട് അവസാനം. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ ഇതിലൊരു പുരോഗമനവുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പക്ഷേ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ആ ശീലം കൊണ്ടത് വായിച്ചു പോകുന്നു. ഉദാഹരണമായിട്ട് സച്ചിദാനന്ദൻ എടുക്കാം. സച്ചിദാനന്ദൻ്റെ കവിതകൾ 90-കൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കവിതകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. സച്ചിദാനന്ദൻ എഴുതുന്ന ഓരോ കവിതയിലും പുരോഗമനമുണ്ട്, അതുപോലെ തന്നെ ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റമാണ് നമ്മൾ സംശയത്തിലാക്കുന്നത്. അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും ഓരോ നിലപാടുമായി വരും. ആദ്യം അദ്ദേഹം ജനകീയ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നക്സലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരക്ക് മാത്രമായിരുന്നു, വിൽക്കാനുള്ള ചരക്ക് മാത്രമായിരുന്നു സാഹിത്യത്തിലൂടെ. പക്ഷെ നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റും. നല്ല കവിതകൾ, ഇപ്പോൾ പനി എന്നുള്ള കവിത, സത്യവാങ്മൂലം എന്നുള്ള കവിത, മലയാളം എന്നുള്ള കവിത, ഒരുപാട് കവിതകളുണ്ട്. കോഴിപ്പം, ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട്, നല്ല മികച്ച കവിത എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പിൻകാലത്ത് സംഭവിച്ചത് എന്താണ്? ഓരോ ആശയങ്ങളും വരുമ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചിട്ട് അത് വിൽക്കും. അതിൻ്റെ മാർക്കറ്റ് കഴിഞ്ഞാൽ അടുത്തതിലെടുക്കും, ഇത് പോകും. പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പോലും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മാർക്സിസം അദ്ദേഹം എടുത്തു, നവമാർക്സിസം എടുത്തു, പിന്നീട് സ്വത്വവാദം വന്നു, അതും എടുത്തു. വാസ്തവത്തിൽ സ്വത്വവാദവും മാർക്സിസവും രണ്ടാണ്. ഈ രണ്ടും ഒരുപോലെ അദ്ദേഹം എന്ത് ചെയ്തു? ഏതിനാണോ മാർക്കറ്റ്, ആ മാർക്കറ്റ് ഉള്ള സമയത്ത് ഇത് വിൽപ്പന ചെയ്യുന്ന ഒരു കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള കച്ചവടക്കാരനെ പോലെ ആശയങ്ങൾ എടുക്കുക, ഉപയോഗിക്കുക, വിൽക്കുക, അത് കഴിഞ്ഞിട്ട് വേർത്തെടുക്കുക. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ സംശയിച്ചത് ഇദ്ദേഹം പറയുന്ന ഈ പുരോഗമനവും ഇദ്ദേഹം പറയുന്ന സാമൂഹിക യുക്തികളും ഒക്കെ തന്നെ വ്യാജമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് സത്യാന്തര യുക്തി കൊണ്ട് മാത്രമേ സച്ചിദാനന്ദന്റെ കവിതകളെയും വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. സച്ചിദാനന്ദൻ മാത്രമല്ല, കെ ജി ശങ്കരപ്പിള്ള നോക്കൂ. കെ ജി ശങ്കരപ്പിള്ളയൊക്കെ ഒരു കാലഘട്ടത്തിൽ എഴുതിയ കവിതകൾ നമുക്കറിയാം എന്താണ്, ബംഗാൾ പോലുള്ള കവിതകൾ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് എഴുതിയ കവിതകൾ നോക്കുക. ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ ഇത് ഇവരെക്കുറിച്ച് പഠിക്കുകയും വേണം. നമ്മളിപ്പോൾ കുറ്റം പറയുകയാണെന്ന് പലരും പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ സച്ചിദാനന്ദനും ശങ്കരപ്പിള്ളിയൊക്കെ സാഹിത്യ അക്കാദമിയൊക്കെ ബോർഷുവ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് അവിടേക്ക് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിലേക്കൊന്നും കയറിപ്പറ്റാൻ പറ്റാത്ത ആ രീതിയിലാണ് കണ്ടിട്ടുള്ള ഒരു കാലത്ത്. അകറ്റിയെടുത്തിരുന്നു. അതേ അക്കാദമിയിൽ ഇവരെന്ത് ചെയ്തു? എത്തിച്ചേർന്നു, അത് പിടിച്ചടക്കി. എന്നിട്ട് ഓരോ ഭരണകൂടത്തിൻ്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ ജീവിച്ചു. ഇതൊക്കെ പുരോഗമനമാണ്. ഇതൊക്കെ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയും ചെയ്തു. സച്ചിദാനന്ദൻ ഏറ്റവും ഒരു ഉദാഹരണം. അദ്ദേഹം കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെത്തി, BJP ഭരിക്കുമ്പോൾ അത് തുടർന്നു. എന്നിട്ട് ഇത് പറയുന്ന എല്ലാ വിപ്ലവവും അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹം ജീവിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിന് ഒരുപാട് വിമർശനം ഉണ്ടായിട്ടുണ്ട്. TP രാജീവനൊക്കെ പങ്ക്തിയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ അവാർഡ് വാപ്പസ് നടത്തിയ കാലത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയിലെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. ഷിംലയിലെ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ഗവേഷണം ചെയ്യുമായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് TP രാജീവനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു. ഇതൊന്നും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോഴും സച്ചിദാനന്ദൻ എന്ന് പറയുമ്പോൾ ഒരു വിപ്ലവകാരിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്രമാത്രം ഈ ആശയങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ട് ആളുകളെ പറ്റിച്ച, അതാണ് ഈ പറഞ്ഞ സത്യാന്തരകാലം. വ്യാജയുക്തികൾ കൊണ്ട് പറ്റിച്ച എഴുത്തുകാരൻ മലയാളത്തിൽ പറയില്ല. ഇത് സാഹിത്യത്തിൽ വരുന്ന സംഭവമാണ് സത്യാനന്തര കാലത്ത്.